എപ്പോഴത്തെ രാവിലെ തന്നെ പതിവില്ലാതെ കുളിച്ചു കഴിഞ്ഞു. അതൊന്നൊരു എക്സാം ഉണ്ട് ചെറിയമ്മ, പോയി ഏകദേശം വരാം. പോയിട്ടില്ല. ഇടക്കിച്ചു ഇവിടെ പോയി എന്നാ പറഞ്ഞേ. അവനൊരു എക്സാം ഉണ്ട്, അതിന് പോയതാണെന്ന്. എന്നാ അവൻ എക്സാമിന് പോയതല്ല, നമ്മളെയൊക്കെ ചതിച്ചടാ അവൻ ചതിച്ച്. അത് എന്നടാ ഏടാ പൊട്ട. ഈ പൂജ ഹോളിഡേയ്സിൽ ആരെങ്കിലും എക്സാം വെക്കുവോ? ഉണ്ടാവുമോ? അത് ശരിയാണല്ലോടാ. ആ എന്താടാ? എപ്പോ നീ എങ്ങനെ അറിഞ്ഞു? ആ ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. എന്നാടാ കാര്യം? എടാ നമ്മുടെ ധ്രുവില്ലേ, അവൻ ചാടിച്ചടാ. എന്നാടാ നീ പറയണേ? ചാടിച്ചെന്നോ? അതും നമ്മുടെ ധ്രുവനോ? അതേടാ, അവൻ ചാടിച്ചടാ. നീ എന്നാടാ പറയണേ? ചാടിച്ചെന്നോ? നീ ഒന്ന് തിരിച്ചു പറയൂ. അതൊന്നും എനിക്ക് വലുതില്ലാതായോ? എടാ പൊട്ടമാപ്പ, നമ്മുടെ ധ്രുവില്ലേ, അവൻ പെണ്ണിനെയും കൊണ്ട് പോയിന്ന്. ആ അത്രേ ഉള്ളൂ. എന്തോന്ന്? അതേടാ. കർത്താവേ, ചെക്കനെ കൊണ്ട് പോയിട്ടില്ലേ അന്വേഷിക്കാൻ? ഭാര്യ തിരിച്ചറിയോ? അമ്മ ഞാൻ കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു മുകളിൽ എന്തോന്നാ പറഞ്ഞു? മുകളിലോ? അതെന്താ അവിടെ? അത് വേറൊന്നുമില്ലമ്മ, അവരുടെ ആങ്ങളെ അവർ നോക്കി നടത്തുന്നുണ്ട്. അത് അവരെ വേണ്ടി കിച്ചണിൽ വിളിച്ചിട്ട്. നീ ഒന്ന് അടങ്ങ് സുധേ. അല്ല എവിടുന്ന രണ്ടിനെ കിട്ടിയേ? ആ അതച്ചാ, രണ്ടും വയനാട്ടിലേ. ദേവിന്റെ പെങ്ങന്മാരും ചെറിയമ്മമാരും യേശുവിനെ കാണാൻ കിച്ചുവിന്റെ വീട്ടിൽ പോയി. കുട്ടിനെക്കാളും കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്. അത് എനിക്കറിയാം വിജി, ഞാൻ കണ്ടിട്ടുള്ളയാ. അതിപ്പോ അത് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവനൊരു കുട്ടി ഇഷ്ടമാണ്, ഫോട്ടോ കാണിച്ചത്. അതെ വിജി, കള്ളപ്പന്നിനോട് ഞങ്ങൾ പറഞ്ഞതാ അന്തസ്സായി പോയി പെണ്ണ് ചോദിക്കാൻ. അതിന്റെ ഇടയില എന്നിട്ടാവേ പണി കാണിച്ചത്. അതെ വിജി, എന്നിട്ടാവേ നീ പണി കാണിച്ചത്. അവനോട് വരട്ടെ, കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇറങ്ങി ഓടിവിടെ. നിന്നെ പൊന്നുപോലല്ലേ ഇടി നോക്കി, എന്നിട്ടാണ് നീ ഈ പണി എന്നോട് കാണിച്ച്. എനിക്ക് അങ്ങനെയൊന്നും ഓടില്ല. ആ ഭേദം താടി എന്റെ കാശിന് വാങ്ങിയിട്ടൊന്നും എന്റെ കയ്യിലേക്ക് ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞ് ആ ബാഗ് വാങ്ങി ചെയ്യിച്ചു. അതേ തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് അവരെ തിരിച്ചയച്ചു. ഐശു, നീ കരയുവാണോടി? പിന്നെ ഇതൊക്കെ കണ്ട് ഞാൻ ചിരിക്കണോ? പോട്ടെ പെണ്ണെ, അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ല ചേ, അതൊക്കെ അങ്ങ് മാറും. പിന്നെ എനിക്കറിയാത്തൊക്കെ നല്ലൊരു വിഷമം. സാരല്ല, പോട്ടെ. എനിക്കങ്ങോട്ട് വരാമോ? ആ പോന്നു. അല്ലടാ സാമല്ലേ, അവൻ നിന്റെ റൂം നന്നാക്കുന്ന പണിയിലാണ്. അതെങ്ങോട്ട് വരാത്തെന്ന് പറഞ്ഞു. ഞാൻ കരുതി എന്നോട് ദേഷ്യായിരിക്കുന്നു. ആ, അതിന്റെ ഒക്കെ ദേഷ്യമുണ്ട്. അതിനുള്ള പണി വേറെ തരം. ഇപ്പൊ പോരെ, അവിടെ നിന്നാലേ അത്രക്ക് ശരിയാവില്ല. പോന്നെ